ശ്രീകൃഷ്ണദാസ, വിപ്ലവകരമായ മാറ്റം പുതിയ നിയമങ്ങളിലൂടെ കൊണ്ടുവരുന്നു, നിയമ ഭേദഗതികളിലൂടെ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് BJP ഈ വിഷയത്തിൽ അവകാശപ്പെടുന്നത്. നോക്കൂ, ഈ നിയമത്തിന്റെ കരടിലൂടെ അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലൂടെ നമ്മൾ സൂക്ഷ്മമായി യാത്ര ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 124A എന്ന സുപ്രീം കോടതി തന്നെ മുൻപ് ഇടപെട്ട രാജ്യദ്രോഹ കുറ്റമാണ്. വാസ്തവത്തിൽ 124A ഒഴിവാക്കുന്നതിലൂടെ പുതിയ നിയമ സംഹിതയിലേക്ക് വരുമ്പോൾ രാജ്യദ്രോഹ കുറ്റം മുമ്പുണ്ടായിരുന്ന അതിലും അപകടകരമായ രീതിയിൽ ഒളിച്ചു കടത്തുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത് സെക്ഷൻ 152-ലൂടെ? അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. നേരത്തെ 124 എന്ന് പറയുന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വിവക്ഷയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല ഘട്ടങ്ങളിലായി പരിഗണിച്ചിട്ടുള്ള വിഷയങ്ങളുമെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് പുതിയ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആ വ്യവസ്ഥ ഉൾപ്പെടുത്തുമ്പോൾ, ആ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 124A ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വിരുദ്ധമായി, രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായി രാജ്യത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ആളുകളോ വ്യക്തികളോ അതല്ലെങ്കിൽ സമൂഹമോ ഒക്കെ നിരന്തരമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെയും കേസുകൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന്റെ അന്തസത്ത നോക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതൊപ്പം തന്നെ അതിന്റെ കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിൽ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ബാധിക്കുന്ന തരത്തിൽ, നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുന്ന തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നടപടികൾ അത് ഏതൊരാൾക്കും ചെയ്യാമല്ലോ. എത്രയോ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തെ നിരവധി സംഘടനകളും ആളുകളും എല്ലാം വ്യക്തിപരമായും സംഘടനാപരമായും തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി അവർ നിരോധിക്കപ്പെടുകയോ ഇനി അതല്ലെങ്കിൽ കേസിൽപ്പെടുകയോ അവരെല്ലാം ജയിലിലടക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ നടപടികൾ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ശക്തമായ നിയമമില്ല എങ്കിൽ അവർ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതല്ല, അത് സംസ്ഥാന ഗവൺമെന്റുകളുമായിട്ടോ അവിടെയാണ് പ്രശ്നം. ഈ പറയുന്ന പുതിയ നിയമത്തിൽ സെക്ഷൻ 152-ൽ എങ്ങനെയാണ് നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്? ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാളും ഇതിന്റെ പരിധിയിൽ വരികയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള ക്ലോസ് ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ, ആ നിയമത്തിനെതിരെ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗം പ്രതിഷേധിക്കുകയാണ്, അതിനെ ചോദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോ നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാരെങ്കിലുമോ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്, വിമർശിക്കുകയാണ്. ഇതൊക്കെയും രാജ്യ താല്പര്യത്തിന് വിരുദ്ധം എന്ന ഒറ്റ ക്ലോസിലേക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുകൂടെ? ഇത് അങ്ങനെയല്ല അതിനെ സംബന്ധിച്ച് കാണുന്നത്. ഗവൺമെന്റിനെ വിമർശിക്കുക അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തെ, കേന്ദ്ര ഭരണകൂടത്തെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വിമർശനത്തിന്റെ തോത് പോലെയല്ല രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. ഇപ്പോ ഖാലിസ്ഥാൻവാദികൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, നിലവിലും നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ പലരും ആ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. ഞാൻ അതാണ് ചോദിക്കുന്നത് ശ്രീകൃഷ്ണദാസ്. ഇപ്പോൾ താങ്കൾ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്കത് പറയാൻ സാധിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഒരു നിയമത്തെ ക്രിമിനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ പരിധിയിൽ എന്തൊക്കെ വരും എന്നുള്ളത് ആ നിയമത്തിൽ വ്യക്തമാക്കണ്ടേ? ഇവിടെ അതുണ്ടോ? ഉണ്ട് എന്ന് മാത്രമല്ല, അത് തീരുമാനിക്കാനുള്ള ഏത് തരത്തിലാണ് ആ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, ആ സെക്ഷൻ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ കോടതികൾക്കാണ് ആ നിയമം നൽകിയിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർക്കോ ഏതെങ്കിലും ഒരാൾക്കോ അല്ല. അത് വിവക്ഷിക്കാനും അത് തീരുമാനിക്കാനുമുള്ള അധികാരം അതിലെ ക്ലോസ് 6 എന്ന് പറയുന്നത് കൃത്യമായും പ്രത്യേകമായി നിർവചിച്ചിട്ടില്ല. അതിലേതിനെയും വരാം. നേരത്തെ അസിത് സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിലുള്ള പ്രവർത്തനവും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കണക്കാക്കാം. അത് തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് കോടതിക്കാണ്. കോടതിയാണ് ഇത് വിവക്ഷിക്കേണ്ടത്. അങ്ങനെ കോടതികൾ തീരുമാനിക്കാൻ വേണ്ടി അധികാരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥനിലോ ഒരു സർക്കാരിലോ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമല്ല. കോടതിയാണ് ആ വകുപ്പിൽ അങ്ങനെ ചാർജ് നിൽക്കുന്നതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. നേരത്തെയും അങ്ങനെ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വിവക്ഷയില്ലാതെ തന്നെ അതിലെ ക്ലോസ് 6 ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ നിയമം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കാലാനുസൃതമായിട്ടുള്ള മാറ്റത്തിനനുസരിച്ച്, പ്രത്യേകിച്ച് ഡിജിറ്റൽ യുഗവും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന, പ്രത്യേകിച്ച് നേരിട്ടൊരാൾ പങ്കെടുക്കാത്ത, നേരത്തെയും സുപ്രീം കോടതികളും ഹൈക്കോടതികളും എല്ലാം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. നേരിട്ടൊരാൾ ഒരു വിഷയത്തിൽ പങ്കെടുക്കാതെ ഗൂഢാലോചന നടത്തുക, വേറൊരു രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുക, ഈ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ
പ്രസൻസ് ഇല്ലാതെ നമ്മുടെ നേരത്തെയുള്ള ക്രിമിനൽ നിയമങ്ങളുടെ എല്ലാം പ്രത്യേകത ആ കേസിൽ ഫിസിക്കലി ഇൻവോൾവഡ് ആവുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ ഫിസിക്കലി ഇൻവോൾവഡ് ആയാൽ മാത്രമേ ആ വകുപ്പ് ആ വ്യക്തിക്കെതിരെ കൃത്യമായി ചാർജ് ചെയ്യാനും അത് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുമായിരുന്നുള്ളൂ. നിലവിലെ സാഹചര്യം അനുസരിച്ച് അത് ഫിസിക്കലായോ അല്ലാതെയോ ഒരാൾ ഏർപ്പെടുന്ന സാഹചര്യം കൂടി കണക്കാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി അത് വ്യാപകമായി പല ക്രിമിനൽ സംഘങ്ങളും ക്രിമിനൽ ആളുകളും ഉപയോഗിക്കുന്നു എന്നുള്ളത് നിരവധി കേസുകളിൽ കോടതികൾ കണ്ടെത്തിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള അപര്യാപ്തത, നിയമത്തിന്റെ അപര്യാപ്തത കോടതികൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ തരത്തിലുള്ള വിഷയങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ശരി, അസിത ശരി, അത് സൂചിപ്പിച്ചത് വ്യക്തമാണ്.